ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോടുകൂടിയ കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കടലക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കി വരാം കേട്ടോ. 8 മണിക്കൂർ കുതിർത്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും നെകക്കെ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുക്കറിൽ ഒരു 5 വിസിലിന് വേവിച്ചെടുക്കാം. കടല ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു വലിയ 4 വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു വലിയ സവോള, ഇത്രയും നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവോളയൊക്കെ വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. സവാള സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കൊരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഇത് വഴറ്റുമ്പോഴത്തേനും പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ പൊടിയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വഴറ്റി വെച്ചിരുന്ന സവോളയും തക്കാളിയും മസാലയും ചേർത്ത മിക്സ് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്ത് വെച്ച മിക്സ് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മിക്സി കഴുകി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് കുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മസാലയുടെ പച്ചക്കുത്തൽ എന്തെങ്കിലും മാറി കറി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു വറ്റൽമുളക്, ചെറിയ ഉള്ളി 2 എണ്ണം അരിഞ്ഞത്, കറിവേപ്പില, ചുവന്നുള്ളിയൊക്കെ ഒന്ന് വറന്നു വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുട്ടിനും അപ്പത്തിനും ഒക്കെ ഒപ്പം കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഇത്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ.
ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്